കിയ കാർണിവൽ ഹൈബ്രിഡിൻ്റെ ഫസ്റ്റ് ഓയിൽ ചേഞ്ച് ആണ്. ഞാൻ ഈ കാറ് വാങ്ങിച്ചിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് എഞ്ചിൻ ഓയിൽ നോക്കുന്ന സാധനം. പിന്നെ ഇതിൽ കൂടെ 0W20 ഓയിൽ ഒഴിക്കണം. ആദ്യമായിട്ടുള്ള ഓയിൽ ചേഞ്ച് ആണ്. ഹൈബ്രിഡ് കാറാണ്. ഇതിനകത്തുള്ള കൂളൻ്റൊക്കെയാണ്, കൂളൻ്റ് റിസർവോയർ, പിന്നെ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാകേണ്ട. അതിനകത്തൊരു ഫ്യൂസ് ബോക്സ്, ഇത് കാറിൻ്റെ കമ്പ്യൂട്ടർ, പിന്നെ ഇത് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ്, എൻജിൻ കൂളൻ്റ് എവിടെയെങ്കിലും കാണും. ഇതല്ലേ അടുത്ത കൂളൻ്റ്. ഇതാണ് എൻജിൻ്റെ കൂളൻ്റ്. അത് ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടർ ബന്ധപ്പെട്ട കൂളൻ്റാണിത്. 1.6 ലിറ്റർ എൻജിനാണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കവറുണ്ട്, ചെറിയൊരു എൻജിൻ കവറാണ്. ഈ സാധനം ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ അടക്കി വെച്ചാണ്. ഇതാണ് ഹൈബ്രിഡ് എൻജിന് കവറുണ്ട്. സ്മാർട്ട് സ്ട്രീം ജി എന്നുണ്ട്. എയർ ബോക്സിൻ്റെ ഇതിനകത്ത് എയർ ഫിൽറ്റർ ഉണ്ട്. ഈ എയർ ബോക്സിൽ നിന്നാണ് എയർ ഇങ്ങനെ എൻജിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ഇവിടെ ഇതിനകത്ത് ടർബോ ഉണ്ട്. എക്സോസ്റ്റിൻ്റെ, അതായത് പുകയുടെ ശക്തി കൊണ്ട് കറങ്ങുന്ന ടർബോ ഉണ്ട്. ടർബോയിൽ നിന്ന് ചാർജ് ചെയ്ത എയർ ഇന്റർകൂളർ ഉണ്ട്. ഇവിടെ ഇന്റർകൂളറിൽ കൂടെ കയറി കൂളറിനാണിത്. പിന്നെ ഇതാണ് ത്രോട്ടിൽ ബോഡി. ഇതിൻ്റെ അടിയിൽ ഇൻടേക്ക് മാനിഫോൾഡ് ഉണ്ട്. അങ്ങനെയാണ് ഏകദേശം ഇതിൻ്റെ പരിപാടി. R1234YF AC-യുടെ ഗ്യാസ്. ഈ ഒരു അടപ്പുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു അടപ്പുണ്ട്, 2 അടപ്പുണ്ട്. ഇത് ഓയിൽ ഫിൽറ്ററിൻ്റെ സ്ഥലം. ഇതാണ് ബ്രാൻഡ് മഹലെ. തൽക്കാലം ഓയിൽ ഫിൽറ്റർ മാറ്റുന്നില്ല, കാരണം അധികമായി ആയിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല, ലീഗലി അത്രയും മാറ്റേണ്ട ആവശ്യമില്ല. കാരണം കാറ് സർവീസിൽ വന്നു കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞു. ഇതിൻ്റെ ഓയിൽ മാറ്റണം എന്നില്ല. ഓയിൽ ഫിൽറ്റർ മാറ്റണ്ട, ഓയിൽ മാത്രം മാറ്റിയാലോന്ന് ആലോചിക്കണം. ഓയിൽ ഫിൽറ്റർ കുറച്ച് കോംപ്ലിക്കേറ്റഡ്, അതിനെപ്പറ്റി കുറച്ച് ഗവേഷണം നടത്താനുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഓയിൽ ഫിൽറ്റർ മാറ്റണ്ട. ഇതൊക്കെ ഇങ്ങനെ പുറകിലേക്ക് ആക്കിയിട്ട് ഈ 2 ക്ലിപ്പ് ഞാൻ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഊരി. ഈ നട്ട് ഇവിടെ നട്ടുണ്ട്. ഇതാണ് ഓയിൽ പാന്. ഇതിൻ്റെ അകത്താണ് ഓയിലിരിക്കുന്നത്. 17 mm നട്ടാണ്. നട്ട് ആദ്യമായിട്ട് ആദ്യമായിട്ട് പോവുകയാണ്. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇങ്ങനെ ടൈറ്റ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണിക്കണം. ഇങ്ങനെ കാണിച്ചു കുറേ വലിയ പഴക്കമില്ല. കണ്ടോ, ഒരുമാതിരിപ്പെട്ട നല്ല ഓയിലാണ്. ഉണ്ടാക്കിയത് കഴിഞ്ഞ വർഷമാണ്. ജൂലൈ അവസാനമായി, ജൂലൈ 30 2026. അസംബിൾ ചെയ്തത് ഒക്ടോബർ 2024. അപ്പൊ അത്രയും നാളെ ഈ ഓയിലിൻ്റെ അകത്ത് കിടക്കുമല്ലായിരുന്നോ. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഈ കാറാണ്, ഈ പഴയ ഓയിലല്ലേ, പഴയ ഓയിൽ ഇവിടെ കിടക്കണ്ട എന്ന് ഞാൻ കരുതി. പക്ഷെ ഓയിൽ നല്ല പെട്രോളിൻ്റെ മണമുണ്ട്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഇപ്പം ജൂലൈ അവസാനമാവാറായി. 9 മാസം പഴക്കമുള്ള ഓയിലാണ്. ഇങ്ങനെ കിടക്കണം നല്ലതല്ലല്ലോ. ഞാൻ വിചാരിച്ചു ഓയിൽ മാറ്റിയേക്കാം. ഓയിലിന് ചെറിയ പെട്രോളിൻ്റെ മണമുണ്ട്. നിറത്തിൽ കുഴപ്പമില്ല, പക്ഷെ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടായല്ലോ. ഇത്രയും പൈസ മുടക്കി വാങ്ങിച്ച കാറാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാവരും കാറുണ്ടാക്കിയ ദിവസം കണക്കാക്കി വേണം ഓയിൽ മാറ്റാൻ. ഇതാണ് ഓയിൽ ഡ്രെയിൻ പ്ലഗ്. ഈ പ്ലഗ് എൻ്റെ വാഷറില്ലേ, ഒരു തവണയും കൂടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഈ വാഷറൊന്നും. ഇത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ, കാരണം അധികം ആയിട്ടില്ലല്ലോ. ഞാൻ ഈ പഴയ വാഷർ തന്നെ ഒന്നുകൂടെ ഉപയോഗിക്കുകയാണ്. ആണ് ഓയിൽ ക്യാപ്പ്. ഈ ഓയിൽ ക്യാപ്പ് ഇങ്ങനെ ഊരിയാൽ മതി. ഏ